പുഴയുടെ തീരത്ത് നിന്ന് അസാധാരണമായ ഊർജം ലഭിച്ച ശേഷം ആ ഞെട്ടലിൽ നിന്ന് മുക്തനാവാതെ കൈറോ കോളേജ് ക്ലാസ് മുറിയിലിരിക്കുകയാണ്. അവൻ്റെ കണ്ണുകളിൽ ഉറക്കമില്ലായ്മയും ശരീരത്തിൽ ക്ഷീണവും പ്രകടമാണ്. അവൻ്റെ അടുത്ത സുഹൃത്തായ ലില്ലി അവനെ ശ്രദ്ധിച്ച് സംസാരിക്കുമ്പോൾ ആ നിമിഷം അടുത്തുള്ള റോഡിലൂടെ ഒരു നിയന്ത്രണം വിട്ട ബസ് അതിവേഗം ക്ലാസ് കെട്ടിടത്തിലേക്ക് പാഞ്ഞു വരുന്നു. ബസിൻ്റെ ടയർ ഉരയുന്ന ഭീകര ശബ്ദവും വിദ്യാർത്ഥികളുടെ കൂട്ട നിലവിളിയും ക്യാമ്പസിൽ മുഴങ്ങുന്നു. എല്ലാവരും ഭയന്ന് കസേരകൾ മറിച്ചിട്ട് ഓടുമ്പോൾ കൈറോയുടെ ഉള്ളിൽ പുഴയിൽ വെച്ച് ലഭിച്ച ശക്തിയുടെ ഒരു ഉണർവ് സംഭവിക്കുന്നു. അപകടം തടയാൻ കൈറോ ക്ലാസ്സിൽ നിന്ന് അതിവേഗം പുറത്തേക്ക് ഓടുന്നു. അത് സാധാരണ മനുഷ്യസാധ്യമായതിലും അധികമായിരുന്നു. ബസ് കെട്ടിടത്തിൽ ഇടിക്കുന്നതിന് തൊട്ടു മുമ്പ് അവൻ കൈകൾ നീട്ടി ബസിനെ തടയാൻ ശ്രമിക്കുന്നു. അവൻ്റെ കൈകളിൽ നിന്നും ശക്തമായ സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം, ഊർജം ഒരു വൈദ്യുത പ്രവാഹം പോലെ പുറത്തുവന്ന് ബസിൻ്റെ മുൻഭാഗത്ത് ആഞ്ഞടിക്കുന്നു. ബസിൻ്റെ മുൻഭാഗം തകർന്ന് തീവ്രമായ ശബ്ദത്തോടെ ബസ് കൈറോയുടെ മുൻപിൽ വെച്ച് അതിശയകരമാം വിധം നിശ്ചലമാകുന്നു. ജനങ്ങളും വിദ്യാർത്ഥികളും അത്ഭുതസ്തബ്ധരായി നിൽക്കുന്നു. ചിലർ ആ പ്രകാശത്തിൻ്റെ ദൃശ്യം മൊബൈലിൽ പകർത്തുന്നു. അവനെ ഒരു രക്ഷകനെപ്പോലെ കണ്ട ജനം ദ ഗ്രേറ്റ് ലൈറ്റ് എന്ന് വിളിച്ച് വാർത്തയാക്കാൻ തുടങ്ങുന്നു. എന്നാൽ തൻ്റെ ശക്തിയും ജനശ്രദ്ധയും കണ്ട് ഭയം തോന്നിയ കൈറോ ആൾക്കൂട്ടത്തിൽ നിന്ന് ആരെയും ശ്രദ്ധിക്കാതെ ഓടിമറയുന്നു. രാത്രിയിൽ തൻ്റെ പുതിയ ശക്തി സ്ഥിരീകരിക്കാൻ കൈറോ വീണ്ടും പുഴയുടെ തീരത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നു. അവൻ മനഃപൂർവ്വം ശ്രദ്ധിക്കുമ്പോൾ അവൻ്റെ കൈകളിൽ ചെറിയ ഒരു വെളിച്ചം സൃഷ്ടിക്കാൻ കഴിയുന്നു. ഇത് തന്നെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമായിരുന്നു. ഈ നിമിഷം ആകാശത്ത് ഒരു വലിയ കറുത്ത ഗോളം പോലെ ഒരു മേഘം രൂപം കൊള്ളുന്നു. അത് നഗരത്തിലെ തെരുവുവിളക്കുകൾ, കെട്ടിടങ്ങളിലെ ലൈറ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ വെളിച്ചത്തെയും ശക്തിയായി വലിച്ചെടുക്കുന്നു. നഗരം വളരെ വേഗം പൂർണ്ണമായും ഇരുട്ടിലേക്ക് മാറാൻ തുടങ്ങുന്നു. ഈ കാഴ്ച കണ്ട് കൈറോ ഞെട്ടിവിറയ്ക്കുന്നു. താൻ മാത്രമല്ല, മറ്റൊരു അജ്ഞാത ശക്തി കൂടി രംഗത്തുണ്ടെന്ന് അവൻ തിരിച്ചറിയുന്നു. അപ്പോഴാണ് കൈറോയുടെ ഫോൺ സ്ക്രീനിൽ ഒരു ചുവന്ന മുന്നറിയിപ്പ് സന്ദേശം തെളിയുന്നത്. ആ സന്ദേശം വായിച്ചു തീരും മുമ്പ് ഫോൺ സ്ക്രീൻ ഒരു മിന്നലോടെ പൊട്ടിത്തെറിക്കുന്നു. അതിനുശേഷം സമയം രാവിലെ 9. കഴിഞ്ഞ രാത്രിയിലെ ബ്ലാക്കൗട്ടിൻ്റെ ഭീതി നഗരത്തിൽ നിന്നും മാറിയിട്ടില്ല. അടുക്കളയിലെ മങ്ങിയ വെളിച്ചത്തിൽ അമ്മ ചായ ഉണ്ടാക്കുകയാണ്. അവരുടെ മുഖത്ത് ഭയവും ഉറക്കമില്ലായ്മയും വ്യക്തമാണ്. ഹോൾ ഏരിയയിലെ ടിവിയിൽ ബ്രേക്കിംഗ് ന്യൂസുകൾ നിറയുന്നു. ദ ഗ്രേറ്റ് ലൈറ്റ് നഗരത്തെ രക്ഷിച്ചു എന്ന തലക്കെട്ടോടെ ബസ് നിർത്തിയതിൻ്റെ മങ്ങിയ അവ്യക്തമായ ചിത്രങ്ങൾ കാണിക്കുന്നു. കൈറോ മുറിക്കുള്ളിലെ ഇരുട്ടിൽ ഒളിച്ചിരിക്കാൻ ശ്രമിക്കുകയാണ്. അമ്മ ചായക്കപ്പുമായി കൈറോയുടെ മുറിയുടെ വാതിൽക്കൽ വന്നു നിൽക്കുന്നു. അവരുടെ ശബ്ദത്തിൽ ദേഷ്യവും പേടിയും കലർന്നിട്ടുണ്ട്. അമ്മ ഉച്ചത്തിൽ, "നീ എവിടെ പോയി കിടക്കുവായിരുന്നു കൈറോ? ഇന്നലെ രാത്രി മുഴുവൻ അമ്മ ഉറങ്ങിയിട്ടില്ല. നിന്നെ കാണാത്തതുകൊണ്ട്, പോരാത്തതിന് നിന്റെ ഫോട്ടോയും വാർത്തകളിൽ. ഇതെന്താ കളിയാണോ?" കൈറോ മുറിക്കുള്ളിൽ നിന്ന് സ്വരം താഴ്ത്തി, "അതൊരു അപകടമായിരുന്നു അമ്മേ. ഞാൻ ആരെയും ഉപദ്രവിച്ചില്ല. ഞാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട്." അമ്മ മുറിയിലേക്ക് കയറുന്നു. അവരുടെ കയ്യിലെ ചായക്കപ്പ് വിറയ്ക്കുന്നു. അവർ കൈറോയുടെ തോളിൽ ശക്തിയായി പിടിക്കുന്നു. അമ്മ, "ആര് ഉപദ്രവിച്ചു എന്നല്ല അമ്മ ചോദിച്ചത്. നിനക്കെന്താ പറ്റിയത്? നിന്റെ കൈകളിൽ നിന്ന് പ്രകാശം വന്നെന്നാണ് എല്ലാവരും പറയുന്നത്. നീ കള്ളം പറയുകയാണോ?" കൈറോ കണ്ണുകളിലേക്ക് നോക്കാതെ നിലത്തേക്ക് ദൃഷ്ടിയൂന്നി, "എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അമ്മേ. സത്യമായിട്ടും എനിക്കറിയാത്ത എന്തോ ശക്തിയായിരുന്നു അത്."
ഞാനിപ്പോൾ പഴയ കൈറോയല്ല. അമ്മയ്ക്ക് പേടിയാവുന്നു കൈറോ. നീ സാധാരണ ജീവിതം ജീവിക്കണം. ആരും നിന്നെ തിരിച്ചറിയരുത്. നീ ഇനി ആരും കാണാതെ ഒളിച്ചിരുന്നാൽ മതി. നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോയാലോ? കൈറോയ്ക്ക് പറയാൻ വാക്കുകളില്ല. അമ്മയുടെ മുഖത്തെ തീവ്രമായ പേടി അവനെ കുറ്റബോധമുള്ളവനാക്കുന്നു. കൈറോ പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നു. അവൻ വേഗം പുഴയുടെ ഭാഗത്തേക്ക് നടക്കുന്നു. ഈ നിമിഷം അമ്മയുടെ ഫോൺ റിംഗ് ചെയ്യുന്നു. ഒരു അജ്ഞാത നമ്പറാണ്. ശക്തമായ ഇലക്ട്രിക് ഷോട്ട് ശബ്ദം. അമ്മ പേടിച്ച് ഫോൺ നോക്കുന്നു. കോൾ ഡിസ്കണക്റ്റ് ആകുന്നു.